ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മലബാർ കുക്ക് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കേക്ക് പോലെയാണ്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു 3/4 കപ്പ് അളവിൽ മൈദയും 3/4 കപ്പ് പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ തരിയുമാണ്, പിന്നെ 4 മുട്ടയും. ഇനി നമുക്ക് ഒരു ബൗളെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 4 മുട്ടയും പൊട്ടിച്ചിടാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് 3/4 കപ്പ് പഞ്ചസാര ഇടാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് പിഞ്ച് ഉപ്പിടാം. അത് നമ്മളെ മധുരം ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു നുള്ളുപ്പാണ്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് എന്താ പറയുക കളർ കൂടി ചേർക്കാം. നമ്മൾ ഫുഡ് കളർ ചേർക്കാം. എന്നിട്ട് ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ഫ്ലഫി ആയി നേരം ബീറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്, നല്ല ക്രീമി ആയിട്ട് നല്ല പൊന്തി വന്നിട്ടുണ്ട്, നമ്മളെ നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം കൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മൈദ കുറച്ച് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ചെറുങ്ങനെ ബീറ്റായി വരുമ്പോൾ നമുക്കതിലേക്ക് ബാക്കിയുള്ളത് കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറേ നന്നായി മിക്സ് ചെയ്യാൻ പാടില്ല. ഓവർ മിക്സ് ചെയ്താൽ നമ്മൾ ഇത് ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല. ചെറുങ്ങനെ നിങ്ങൾക്ക് വേണേൽ ഇത് സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ വിസ്ക് കൊണ്ടോ എന്തിനെ കൊണ്ട് വേണമെങ്കിലും ബീറ്റ് ചെയ്തെടുക്കാം, അല്ല മിക്സ് ചെയ്തെടുക്കാം. ഇത് ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ തരി കൂടി ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അധികം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഇനി നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ കേക്ക് ആക്കേണ്ട ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നല്ല നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ലോണം എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കർ എടുക്കാം. ഇത് നമ്മൾ കുക്കറിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലാണ് നമുക്ക് നല്ല പൊന്തി വരും കുക്കറിലാകുമ്പോൾ. അതുകൊണ്ട് കുക്കറിലാണ് ആക്കുന്നത്, അല്ലാതെ ഓവണോ വേറെ ബാക്കിയുള്ളൊന്നും വേണ്ട. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മളൊരു 15 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ. അതും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം 15 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കാം. ഇത് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഇത് ഒഴിക്കുന്നത് വരെ നിങ്ങൾക്ക് മീഡിയമിലിടാം. എന്നിട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് വേണം ലോ ഫ്ലെയിമിലിടാൻ. ഇനി നമ്മൾ ഇതിൻ്റെ മേലത്തെ വിസിലിടാൻ പാടില്ല കേട്ടോ. വിസിലിടാണ്ട് വേണം ഇതാക്കാൻ. 15 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം. ഇപ്പം 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളെ കേക്ക് പോള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. നല്ല കണ്ടോ, നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് റെഡി ആയി അറിയാൻ ഒരു സ്പൂണോ ഫോക്കോ വെച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ കേക്ക് കണ്ടോ നന്നായി നല്ല അടിപൊളി പൊന്തി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അതുപോലെ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.